of regional cultures. അപ്പം history textbook this year is actually what is needed for you. Like, it gives an information of everything and everything, anything. എന്ന് വെച്ചാൽ എല്ലാം മതങ്ങളെന്ന് വന്നു, ജാതിയിൽ എങ്ങനെ ഡിഫറെൻറ്റ് ഇത് വന്നു, അങ്ങനെ എല്ലാത്തിൻ്റെയും കാര്യം നമ്മൾ മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പം ഇനി കൾച്ചറിൽ എങ്ങനെ ഡിഫറൻസ് വന്നു. അപ്പോൾ കൾച്ചർ എന്ന് പറയുമ്പം നമ്മൾ ഒരു ഭാഷ സംസാരിക്കുന്നവർ ആ ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരു പ്രത്യേക ഏരിയയിലുള്ളതാണ്. അവർക്ക് പ്രത്യേക ഡ്രസ്സിങ് ഉണ്ട്, അവർക്ക് പ്രത്യേക ഫുഡ് പ്രിഫറൻസസ് ഉണ്ട്, അല്ലേ? ഇപ്പം നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ആർട്ട് ഫോംസിൻ്റെ കാര്യത്തിൽ പറയാം, എല്ലാത്തിനും നമ്മൾക്കിങ്ങനെ ഒരു വിശ്വാസമാണ്. ഇന്ന സ്ഥലത്ത് ജീവിക്കുന്ന ഒരാൾ ഇന്നതാണ് പ്രിഫർ ചെയ്യുക, ഇന്ന ഫുഡാണ് പ്രിഫർ ചെയ്യുന്നത്, ഡ്രസ്സാണ് പ്രിഫർ ചെയ്യുക, അങ്ങനെ നമുക്ക് കുറേ പ്രീ കൺസെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് അതെങ്ങനെ വന്നു എന്നുള്ളതൊക്കെയാണ് ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത്. നോക്കൂ, സോ ഇഫ് യു ആർ റെഫറിങ് ടു തമിഴ്നാട്, ഇപ്പോൾ ഒരു തമിഴ് പേര് കേൾക്കുമ്പം തന്നെ നമ്മൾക്ക് ഇങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട്, അല്ലേ? അവർക്ക് രസവും ചോറും, പിന്നെ അവരുടെ വേഷം എങ്ങനെയായിരിക്കും, അവർക്ക് ഇപ്പം പോയട്രി ഏതാണ് അവർക്ക് ഇഷ്ടം ഉണ്ടാവുക, പിന്നെ തിരുക്കുറൽ എന്നൊക്കെ പറയുന്നത് ഉടനെ നമുക്ക് എല്ലാ തമിഴന്മാരിലും നമ്മൾ അങ്ങനെ അങ്ങോട്ട് കാണും. തമിഴ് ഭാഷ സംസാരിക്കുന്നവരെയാണ് നമ്മൾ തമിഴന്മാരെന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഡാൻസ് എന്നതായിരിക്കും, ഭരതനാട്യത്തിലായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ്. എല്ലാവരും തമിഴന്മാരും കയറി ഡാൻസും മ്യൂസിക്കും ഒന്നും പഠിക്കുന്നില്ല, എന്നാലും നമ്മളുടെ ഒരു വിശ്വാസം അങ്ങനെ പോകുന്നു. ആൻഡ് പെയിൻറ്റിങ്, ഓക്കെ. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡായി എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു ഇൻ്റർമിക്സിങ് ഉണ്ട്, അല്ലേ? As we see, some traditions appear specific to some regions, others seem to be similar across regions. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ മാത്രമേ ചിലത് കാണുന്നുള്ളൂ. ഇപ്പം പൊങ്കാല എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ തമിഴ്നാട്ടിൽ മാത്രമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, അല്ലേ? തമിഴന്മാർക്കുള്ളതാണ് പൊങ്കാല എന്നുള്ളൊരു വിശ്വാസം. ഇപ്പം നോക്കുക, അത് കേരളത്തിലുടനീളമുണ്ട്. അപ്പം നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല ഇന്ന ഭാഗത്തിന്. അപ്പം അതിൻ്റെ കാരണം ഇതാണ്, കുറേ കഴിയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇൻ്റർമിക്സിങ് നടക്കും, ഓക്കെ. അപ്പം ചില ഭാഗങ്ങളിലാണെങ്കിൽ പഴയ രീതിയിൽ അതേപോലെ പ്രാക്ടീസ് തുടങ്ങിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ കല്യാണങ്ങൾക്ക് മുമ്പുള്ള മഞ്ഞൾ കല്യാണം, അത് തമിഴ്നാട്ടിൽ മാത്രം വരുന്നതായിരുന്നു, അതും ഗ്രാമങ്ങളിൽ മാത്രം. ഇപ്പം കേരളത്തിൽ നോക്കിയാൽ എല്ലാവിടെയും ഈ മൈലാഞ്ചി കല്യാണമോ അല്ലെ മഞ്ഞൾ കല്യാണമോ കൊണ്ടാടുന്നു. അപ്പോൾ അത് ഇൻ്റർമിക്സിങ് ആണ്. നമുക്ക് ഹരമുള്ള അല്ലെ കാണാൻ രസമുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പം ജനങ്ങളൊക്കെ ഒരു സോഷ്യൽ ബീയിങ് ആണ്, അതാണ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യം, ഓക്കെ. ദ ചേരാസ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മലയാളം, ഓക്കെ. ഒരു ലാംഗ്വേജും റിലീജിയനും. അപ്പം ഇന്ന ഭാഷ സംസാരിക്കുന്നവർ ആ ഭാഷയായിട്ട് കണക്റ്റഡ് ആയിരിക്കണം അവരുടെ കൾച്ചർ എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ നോക്കുന്നത്. ദ ചേര കിങ്ഡം ഓഫ് മഹോദയപുരം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ 9th century, ദ പ്രസൻറ്റ് ഡേ കേരള. ഇറ്റ് ഈസ് അപ്പോൾ അന്ന് തൊട്ടേ നമ്മൾ വിശ്വസിക്കണം ഈ ചേര രാജാക്കന്മാരായിരുന്നു അന്ന് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് 9th century. അപ്പോൾ അന്ന് തൊട്ടേ മലയാളം തന്നെയായിരിക്കണം നമ്മുടെ സംസാരിച്ച ഭാഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജാക്കന്മാർ മലയാളത്തിലാണ് അവരുടെ ഇൻസ്ക്രിപ്ഷൻസൊക്കെ നടത്തിയിരുന്നത്. അപ്പം ശരിക്കും കേരളമാണ് ഇതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ. നമ്മുടെ ഭാഷയിൽ തന്നെയാണ് അവരുടെ ഇൻസ്ക്രിപ്ഷനൊക്കെ നടത്തിയിരിക്കുന്നത്, ഓക്കെ. പക്ഷേ ചേരൻ രാജാക്കന്മാർ ശരിക്കും പറഞ്ഞാൽ സാൻസ്ക്രിറ്റ് ട്രഡീഷൻസാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. ദ ടെമ്പിൾ തിയേറ്റർ ഓഫ് കേരള വിച്ച് ഇസ് ട്രേസ്ഡ് ടു ദിസ് പീരിയഡ് ബോറോഡ് സ്റ്റോറീസ് ഫ്രം. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ന് ഈ അമ്പലങ്ങളിലായിരുന്നല്ലോ ഈ ആർട്ട് ഫോംസൊക്കെ നടത്തിയിരുന്നത്. അതൊക്കെ സംസ്കൃതത്തിലുള്ള നാടകങ്ങളും ഒക്കെയായിരുന്നു സ്റ്റേജ് ചെയ്തിരുന്നത്, ഓക്കെ. ദ ഫസ്റ്റ് ലിറ്റററി വർക്ക്സ് ഇൻ മലയാളം are directly indebted to Sanskrit. അത് ഫസ്റ്റ് ലിറ്റററി വർക്കും സംസ്കൃതത്തിലുള്ളതാണ്. അതിൻ്റെ
Leela Tilagam, dealing with grammar and poetics, was composed in Manipravalam, literary diamonds and corals, referring to the two languages. ശരിക്കും അതിൽ തന്നെ പറയുന്നുണ്ട് മണിപ്രവാളത്തിൽ ഗ്രാമറിനെ പറ്റിയിട്ടൊക്കെ എഴുതിയ ബുക്കാണ്. ഡയമണ്ടും ക്വാറലാണ്. സാൻസ്ക്രിറ്റിനെ ഡയമണ്ടായിട്ടും കോറലായിട്ടാണ് പുറ്റുകളായിട്ടാണ് എന്ത് മലയാളത്തിനെ കണക്ട് ചെയ്തത്. റെഫറിങ് ടു ദ ടു ലാംഗ്വേജസ്, സാൻസ്ക്രിറ്റ് ആൻഡ് ദ regional language. Okay, rulers and religious traditions, the Jagannatha cult. അപ്പോൾ ഒരു കാരണം ഇതാണ് അല്ലേ, അതത് സംസ്കാരത്തിലുള്ള ഭാഷയ്ക്കനുസരിച്ചാണ് അവരുടെ കൾച്ചർ വന്നിരുന്നത്. പിന്നെ ചിലത് ഈ ജഗന്നാഥ ടെമ്പിൾ, അത് എവിടെയാണ്? ഒറീസ അല്ലേ, പുരി ഒറീസയിലാണ്. അപ്പോൾ അവിടെ നോക്കിയാൽ അവിടെയുള്ള ആളുകൾ ശരിക്കും അതിൻ്റെ ഒരു ജഗന്നാഥ വിഗ്രഹത്തിൻ്റെ ആ ഒരു റഫ് വുഡൻ കാർവിംഗ് ആയിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? അത് ശരിക്കും ആ ഏരിയയിലുള്ള അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ഫോമാണ്. പിന്നെ അത് ജഗന്നാഥ ടെമ്പിളിൽ അതേ ഫോമിലാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് പ്രോസസ് ഓഫ് കൾട്ട് ഓഫ് To date, the local tribal people make the wooden image of the deity. സാധാരണ ജനങ്ങളും അതിൻ്റെ വുഡൻ്റെ ആ ഡയറ്റീൻ്റെ വുഡ് കൊണ്ടുള്ള കാവിങ്സ് ഉണ്ടാക്കുന്നു. സജസ്റ്റ് ദാറ്റ് ദ ഡയറ്റി വാസ് ഒറിജിനലി എ ലോക്കൽ, സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ലോക്കൽ ഗോഡാണ്. വിഷ്ണുവിൻ്റെ ചൈതന്യം അതിലുണ്ട് എന്ന് പ്രചരിപ്പിച്ചത് കൊണ്ട് പിന്നീട് അത് ജഗന്നാഥ ടെമ്പിളിലും അതേ വിഷ്ണു ചൈതന്യം ഉണ്ട് എന്നുള്ള പോലെ ഉണ്ടാക്കിയതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ചുറ്റുപാടും വിശ്വസിച്ച അതേ ദൈവത്തിന് വിഷ്ണു ചൈതന്യം ഉണ്ട് എന്നതാണ്. ആ ചുറ്റുപാടുള്ള എല്ലാ ജനങ്ങളും അത് വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൂടി വന്നു. ഇമ്പോർട്ടൻസ് ഒരു സ്ഥലത്തുനിന്ന് കൂടിയാൽ അത് പിന്നെ അങ്ങ് സ്പ്രെഡ് ചെയ്യും. എല്ലാ ഏരിയയിലുള്ള ആളുകളും അവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ലോക്കൽ ദൈവത്തിന് വിഷ്ണു ചൈതന്യം ഉണ്ട് എന്ന് പറഞ്ഞിടത്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നിലനിൽക്കുന്നത്. ഓക്കെ, ഇൻ ദ 12th century, one of the most important rulers of Ganga dynasty, Anantavarman, decided to erect a temple for Purushottama Jagannatha at Puri. In 1230, King Ananga Bhima dedicated his kingdom to the deity and proclaimed himself as the deputy of God. അപ്പോൾ അതാണ് നമ്മൾ അറിയേണ്ടത്. അവിടെ സാധാരണ ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു പക്ഷേ സാധാരണക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ചൈതന്യത്തെ, അതിൽ വിഷ്ണുവിൻ്റെ ചൈതന്യം എന്തെന്ന് പറഞ്ഞിട്ട് ഒരു രാജാവ് അതിൻ്റെ ഒരു അമ്പലം ഉണ്ടാക്കി. അത് തന്നെ അതിൽ തുടർന്ന് വന്ന രാജാവ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ദൈവത്തിൻ്റെ ദാസനാണ്, ഈ കൺട്രി മുഴുവൻ ആ ദൈവത്തിൻ്റെതാണെന്നും കൂടെ ഒരു വിശ്വാസം പ്രചരിപ്പിച്ചപ്പം ഈ അമ്പലത്തിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് പെട്ടെന്ന് കൂടി. ആസ് എ ടെമ്പിൾ ഗെയിൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, ആളുകളും ഇപ്പോൾ ഒരു രാജാവ് തന്നെ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യുന്ന പോലെ രാജാവ് എന്താണ്, പത്മനാഭദാസൻ എന്നാണ് പറയുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാർ. അപ്പോൾ അത് തന്നെയാണ് എപ്പോഴും ആ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ തുടർന്നല്ലേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. ഇത് തന്നെ അതിലും ഇമ്പോർട്ടൻസ് ആണ് ഈ ജഗന്നാഥ ടെമ്പിളിനെ പറ്റിയിട്ട്. All those who conquered Orissa, such as Mughals, the Marathas and the English East India Company, attempted. അപ്പോൾ ഈ അമ്പലം ഇമ്പോർട്ടൻസ് കൂടുന്നതിനനുസരിച്ച് ജനങ്ങളും അതിൽ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ അമ്പലത്തിൻ്റെ സ്വത്തും കൂടി വന്നു. അപ്പോൾ ഈ ഇമ്പോർട്ടൻസ് കാരണം എല്ലാവരും ഈ അമ്പലത്തിനെയാണ് പണ്ട് കാലത്തുള്ള എല്ലാ കോൺകറിങ് നോക്കിയാൽ അറിയാം, അമ്പലങ്ങളിൽ ഇത്രയധികം വെൽത്ത് കൂടുന്നതുകൊണ്ട് എല്ലാവരും ഈ അമ്പലങ്ങളാണ് കോൺകറി ചെയ്യാൻ നോക്കുക. ആദ്യം തന്നെ നശിപ്പിക്കപ്പെടുന്നത് ഈ അമ്പലങ്ങളാണ്. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് ഇവരൊക്കെ ഇതിന് ഇതാക്കിയെന്ന് പറഞ്ഞാൽ, ഈ അമ്പലത്തിൻ്റെ ഇതിൻ്റെ മുകളിലുള്ള വിശ്വാസം അത്രയ്ക്ക് ഉള്ളിൽ അലിഞ്ഞത് കൊണ്ട് ഈ അമ്പലം തന്നെ കീഴടക്കി കഴിഞ്ഞാൽ ഇവർ ഞങ്ങളുടെ ഭരണം ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തൊട്ടിട്ട് മറാത്താസ്, ഇംഗ്ലീഷ്, മുഗൾസ് എല്ലാവരും ഈ അമ്പലത്തിൻ്റെ മുകളിലൊരു കണ്ണ് ഇട്ടത്. Okay, the Rajputs and the tradition of heroism in the 19th century, the region that constitutes most of the present-day Rajasthan was called Rajputana by the British. അതാണ്. അപ്പം രാജപുത്രന്മാർ ആ ഏരിയ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ആ ഏരിയനെ അവർ ബ്രിട്ടീഷേഴ്സ് വിളിച്ചത് രാജ്പുത്താന എന്ന്.
While this may suggest that this was the area that was inhabited only or mainly by Rajputs, this is only partly true. There were several groups who identified themselves as Rajputs in many areas of northern and central India, and of course there were several peoples other than Rajputs who live in Rajasthan. However, the Rajputs are often recognized as contributing to the distinctive culture. ശരിക്കും പറഞ്ഞാൽ രാജ്പുട്സ് മാത്രമല്ല, അവർ ഇഷ്ടംപോലെ രാജാക്കന്മാരുണ്ടായിരുന്നു, പക്ഷെ മെയിനായിട്ട് അവരായിരുന്നു അല്ലേ. അതിൻ്റെ ശരിക്കും അവളുടെ കൾച്ചറിൽ മെയിനായിട്ട് രാജ്പുട്സ് തന്നെയായിരുന്നു. These cultural traditions were closely linked with the ideals and inspirations of rulers. From about the 8th century, most of the present-day state of Rajasthan was ruled by various Rajput families. Prithviraj was one such ruler. These rulers cherished the ideal of who fought violently, often choosing death on the battlefield rather than face defeat. അതാണ് അവരുടെയൊക്കെ വിശ്വാസം. ബാറ്റിൽ ഫീൽഡിൽ മരിക്കുന്ന ആളുകളെ ഹീറോ ആയിട്ട് കണക്കാക്കി, തോറ്റോടുന്നവരെ അല്ല. Stories about Rajput heroes were recorded in poems and songs, which were recited by specially trained minstrels. These preserved memories of heroes and are expected to inspire others to follow their example. Ordinary people were also attracted by these stories, okay? A range of strong emotions, loyalty, friendship, love, valor, anger, etc. Did women find a place within the story? Sometimes they figure as a cause for conflicts, as men fought with one another to either win or protect women. Women also depicted as following their heroic husbands in both life and death. There are stories about practice of sati, immolation of widows on the funeral pyre of their husband. So those who followed the heroic ideal often had to pay for it with their lives. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രാജ്പുട്സിൻ്റെയൊക്കെ അവരൊക്കെ എല്ലാ രാജാക്കന്മാരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ധീരനായിട്ട് ഈ വാർ ഫ്രണ്ടിൽ തന്നെ മരിക്കുന്നവരെ ധീരനായിട്ട് കണക്കാക്കുകയും ചെയ്തു. മറ്റൊരു തോറ്റോടുന്നവർക്ക് ഒരു വിലയുണ്ടായിരുന്നില്ല. ഈ ധീരന്മാരെ പറ്റിയിട്ടുള്ള കഥകളും കവിതകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല പാട്ടുകാരെ കൊണ്ട് എല്ലാ ഒക്കേഷൻസിലും ഇങ്ങനെ പാടിപ്പിക്കും. അപ്പോൾ ആ പാട്ടുകളും ആ ധീരതേനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടുകൾ മറ്റുള്ളവരിൽ കേൾവിക്കാരിൽ എന്ത് എഫക്റ്റ് ഉണ്ടാക്കും? ധീരന്മാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഇത്രയധികം നമ്മൾ ചെയ്യുമ്പം നമ്മളും അതുപോലെ ധീരന്മാരാവണം എന്നുള്ളൊരു കൺസെപ്റ്റ് വരും. അപ്പം ഇതാണ് അതിൻ്റെ പിന്നിലുള്ള, അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹോൾ രാജ്പുട്സിന് ഈ നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് ഈ ഇവരിത്ര വാലിയറായതിൻ്റെ കാരണം ഇവരിൽ എപ്പോഴും ഈ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സോങ്സ് പാടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സോങ് കേൾക്കുമ്പോൾ ശരിക്കും എന്തൊക്കെ ഈ മാതിരി ഇമോഷൻസ്, എന്തൊക്കെ ലോയൽറ്റി, തമ്മിൽ രാജാവിന് കീഴിലായിരിക്കണം, ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ശക്തമായിരിക്കണം, അല്ലാണ്ട് ഒരു ചതിവ് അവരിൽ ഉണ്ടാവരുത്, ലവ്, വാലർ, ആങ്കർ. പിന്നെ അവിടെയുള്ള വിമൻ ആണെങ്കിലോ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നേടാനോ വേണ്ടിയിട്ടായിരിക്കും മിക്ക യുദ്ധങ്ങളും നടന്നിട്ടുണ്ടാവും. അപ്പോൾ അവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ അതുമല്ല ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ രാജപുത്രന്മാരുടെ ഇടയ്ക്ക് സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ ഭർത്താവിനെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നവരോ അഥവാ മരണത്തിലാണെങ്കിലും പിന്നാലെ നടക്കുന്നവരോ. അപ്പോൾ സതി പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പോൾ സതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ചെതയെ ചാടി സ്ത്രീയും മരിക്കുക, പിന്നെ എനിക്കൊരു വേൾഡ്ലി പ്ലഷർ വേണ്ട എന്നുള്ള മട്ടിൽ. അപ്പം ഇതൊക്കെ അപ്പം നമ്മൾ അറിയേണ്ടത് ഈ ഇവരൊക്കെ വലിയ ഉന്നതന്മാരാവുന്നത് അവരുടെ സ്വയം സാക്രിഫൈസ് കൊണ്ടാണ്. സതിയിൽ അങ്ങനെയാണ് ചെയ്തത്. ഭാര്യ വലിയ അത് കഴിഞ്ഞ് സതി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീനെ പിന്നെ ദേവിയായിട്ട് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. ആ ദേവിയായിട്ട് പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പേ സ്വയം അവർ തീ ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതുപോലെ ഒരു രാജാവാണെങ്കിൽ വാർ ഫ്രണ്ടിലായാലും മരിച്ചിട്ടുണ്ടാവണം, എന്നാലേ അയാൾക്ക് ആ വീരത്വം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ സ്വയം ജീവിതം കൊണ്ടാണ് രാജപുത്രന്മാരൊക്കെ അവരുടെ പേര് നേടിയതെന്ന് ചുരുക്കം. Beyond regional frontiers, the story of Kathak. If heroic traditions can be found in different regions in different forms, the same is true of dance. Okay, let us look at the history of one dance from Kathak, now associated with several parts of North India. The term Kathak is derived from Katha, a word used in Sanskrit and the language of story. The Kathaks were originally caste storytellers
in temples of North India who embellished their performances with gestures and songs. Kathak began evolving into the distinct mode of dance in the 15th and 16th centuries with spread of Bhakti movement. The legends of Radha Krishna were enacted in folk plays called Rasalila, which contributed folk dance with basic gestures in Kathak story. അപ്പം കഥക് എന്ന് പറഞ്ഞ ഒരു ഫോം എടുക്കുമ്പം തന്നെ നമ്മൾക്കറിയാം, കഥക് ആകുമ്പം തന്നെ അറിയാം കൈ കൊണ്ടുള്ള ചില ആക്ഷൻസ്, പിന്നെ അത് ആ ഡിസ്റ്റിങ്റ്റീവ് മൂവ്മെൻറ്റ്സ് അല്ലേ, താളത്തിൻ്റെ ആ താളവും കറങ്ങിയും കൊണ്ടുള്ള നൃത്തവും ഇടയ്ക്ക് മാത്രം കൈകൊണ്ടുള്ള ചലനങ്ങളൊക്കെയാണ് കഥക്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ കഥക് സ്റ്റോറിക്ക് അനുസരിച്ചിട്ടുള്ള ഈ കാസ്റ്റ് സ്റ്റോറീസ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഡാൻസ് ഫോമായിരുന്നു. അത് തന്നെയാണ് അതിൻ്റെ ലോക്കൽ ആയിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് ഇടയ്ക്കുള്ളതാണ് രാസലീല. രാധാകൃഷ്ണന്മാരുടെ കഥയാണ് അവർ ശരിക്കൊരു കഥാസംഗ്രഹത്തിൽ പറഞ്ഞത് നാടൻ ഭാഷയിൽ ഉപയോഗിച്ചാൽ. Okay, under the Mughal emperors and their nobles, Kathak was performed in the court where it acquired its present features and developed into a form of dance with a distinctive style. Subsequently, it developed into two traditions or gharanas, one in the courts of Rajasthan and other in Lucknow. അപ്പോൾ ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ടുണ്ട്, രാജസ്ഥാനിലെ കോർട്ടിലും പിന്നെ ലക്നൌവിലും, രണ്ടും രണ്ട് ഏരിയയിലാണ് അല്ലേ. Under the patronage of Wajid Ali Shah, the last Nawab of Awadh, it grew into a major art form. By the third quarter of 19th century, it was firmly entrenched as a dance form not only in these two regions but in the adjoining areas of present-day Punjab, Haryana, Jammu and Kashmir, Bihar and Madhya Pradesh. Emphasis was laid on to intricate and rapid footwork, elaborate costumes as well as അപ്പോൾ രാജസ്ഥാനിലുള്ളത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ രണ്ട് ഇതിലേക്ക് പിരിഞ്ഞല്ലോ. അപ്പോൾ ഡിഫറെൻറ്റ്, അപ്പോൾ കഥക്കിന് ഇപ്പോൾ കാണുന്നില്ലേ നിങ്ങളുടെ ഉള്ളിലെങ്കിലും ഇപ്പോൾ കഥകളിക്ക് ഒരു ഡിഫറെൻറ്റ് ഡാൻസ്, നമ്മൾ കഥകളിയിൽ നിന്നും നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് ഉണ്ട്. ആ റോയൽ ഡ്രസ്സിങ്ങിനെയാണ് കഥക്കിലും ഫോളോ ചെയ്യുന്നത്. എന്തെങ്കിലും വേഷം ഇട്ടിട്ട് കഥക്ക് കളിക്കാൻ പറ്റില്ല. അതുപോലെ റാപ്പിഡ് ഫുട്ട് വർക്ക് കാലുകൊണ്ടുള്ള ചലനവും കണ്ടില്ലേ ഒരു, അപ്പോൾ അത് ഗ്രാജുവലായിട്ട് ഇങ്ങനെ ഫോം ചെയ്ത് വന്നതാണ്. അതുപോലെ സ്റ്റോറീസ് എടുക്കുന്നതും ഒരു ഡിഫറെൻറ്റ് ഫോമിലേക്ക് ഡെവലപ്ഡ് ആയിട്ട് വന്നു. Kathak, like several other cultural practices, was viewed with disfavor most British administrators in the 19th and 20th century. However, it survived and continued to be performed by courtesans and was recognized as one of the 6 classical forms of. അപ്പം നമ്മുടെ കഥകളി ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്. അപ്പം ബ്രിട്ടീഷുകാർക്ക് എല്ലാ ഡാൻസ് ഫോംസിനോടും ഇത് എതിർപ്പ് തന്നെയായിരുന്നു. കാരണം അവരുടെ മ്യൂസിക്കും അവരുടെ ഡാൻസും നമ്മളതുമായിട്ട് ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് നേച്ചറാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ലെങ്കിലും ആ കോർട്ടിൻ്റെ ഉള്ളിൽ അതൊക്കെ നടന്നു പോകുന്നതുകൊണ്ട് ഈ കഥക്ക് ഇപ്പോഴും ആ ഒരു ക്ലാസിക് ഡാൻസ് ഫോം എന്നുള്ള നിലയിൽ ഇപ്പോഴും ഫേമസ് ആണ്. പെയിൻറ്റിങ്സ് ഫോർ പാറ്റേൺ. അപ്പം ഡാൻസ് ഫോം എങ്ങനെയാണ് ഒരു റിലീജിയൻ നമ്മൾ നോക്കിയാൽ അറിയാം, ഈ ക്ലാസിക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ റിലീജിയനായിട്ട് ബേസ് ചെയ്ത് റിലീജിയൻ്റെ കഥകൾ പ്രചരിപ്പിക്കാൻ, അതിന് ആളുകളെ പിടിച്ചിരുത്താനുള്ള അല്ലെ സംഗീതവും ഒക്കെ അങ്ങനെയാണ് ശരിക്കും. അതാണ് സൂഫിസം പോലെയുള്ള അങ്ങോട്ട് വന്നത്. അപ്പം ആളുകളെ പിടിച്ചിരുത്താനും ആളുകൾക്ക് ലോക്കലായിട്ടുള്ള ഡാൻസ് ഫോംസിലേക്ക് കൊണ്ടുവന്ന ആളുകൾക്ക് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് ഈ ജാതി കഥകളൊക്കെ ഇപ്പോഴും അതേ പ്രിവലൻ്റായിട്ട് നിൽക്കുന്നത്. പെയിൻറ്റിങ് ഫോർ പേട്രൻസ്. ഇനി നമ്മൾ നോക്കുന്നത് ഡാൻസിൻ്റെ കഴിഞ്ഞു മ്യൂസിക്കിൻ്റെ കഴിഞ്ഞു നമ്മൾ നോക്കുന്നത് മ്യൂസിക്കൽ പെയിൻറ്റിങ്സ് ആണ്. Another tradition that developed in different ways was that of miniature painting. Miniature എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സൈസിൽ small size paintings, generally done in watercolor on cloth or paper. The earliest miniature were on palm leaves or wood. Some of the most beautiful of these found in the western India were used to illustrate Jaina texts. The Mughal emperors Akbar, Jahangir and Shah Jahan patronized highly skilled painters who primarily illustrated manuscripts containing historical accounts and poetry. These were generally painted in brilliant colors and portrayed court scenes, scenes of battle or hunting and other aspects of social life. They were often exchanged as gifts and were viewed only by an exclusive few, the emperor and his close associates. അപ്പോൾ മിനിയേച്ചർ പെയിൻറ്റിങ്സിന് അത്ര വെസ്റ്റേൺ ഇന്ത്യയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുക.
the Mughal emperors, Akbar, Jahangir, Shah Jahan, അവരൊക്കെയാണ് ശരിക്കും ഇതിന് സ്കിൽഡ് പെയിൻറ്റേഴ്സിന് ശരിക്കും എപ്പോഴും ആ കോർട്ടിലൊക്കെ നമുക്ക് പോയാൽ കാണാം ആ ചിത്രങ്ങൾ എത്ര മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ എത്ര ക്ലിയർ ആയിട്ട് ഇപ്പോഴും അത് പുതിയതുപോലെ തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ അന്ന് ഉപയോഗിച്ച അത്രയും ക്ലാരിറ്റി ഉള്ള സാധനങ്ങൾ കൊണ്ടാണ്, അല്ല അത്രയും ആർട്ട് ഫോമിൻ്റെ ആ പ്യൂരിറ്റി കൊണ്ട് തന്നെയാണ് എപ്പോഴും അത് നിലനിൽക്കുന്നത്. വിത്ത് ദ ഡിക്ലൈൻ ഓഫ് മുഗൾ എംപറേഴ്സാണ് ഏറ്റവും കൂടുതൽ പെയിൻറ്റിങ്സ് കാണുന്നത് അവരുടെ കോർട്ടിൽ തന്നെയാണ്. അവരുടെ ഡിക്ലൈനിന് ശേഷം മെനി പെയിൻറ്റേഴ്സ് മൂവ്ഡ് ഔട്ട് ഓഫ് ദ കോർട്സ് ഓഫ് ദ എമർജിംഗ് റീജിയണൽ സ്റ്റേറ്റ്സ്. ആസ് എ റിസൾട്ട് മുഗൾ ആർട്ടിസ്റ്റിക് ടേസ്റ്റ് ഇൻഫ്ലുവൻസ് ദ റീജിയണൽ കോർട്സ് ഓഫ് ദ ഡെക്കൻ. അപ്പോൾ അന്ന് മുഗൾ എംപറേഴ്സിൻ്റെ കോർട്ടിൻ്റെ ഉള്ളിൽ മാത്രമായിരുന്നു ഇവരങ്ങനെ പുറത്തേക്ക്. അപ്പോൾ അതിനുശേഷം മുഗൾ എംപറേഴ്സ് ഡിക്ലൈൻ ശേഷം ഇവർ കോർട്ടിൻ്റെ പുറത്തേക്കും വന്നു, ഡെക്കാൻ ആൻഡ് ദ രാജ്പുട്ട് കോർട്സ് ഇൻ രാജസ്ഥാൻ, and developed their distinctive characters. Portraits of rulers and court scenes came to be painted. അങ്ങനെയാണ് ഈ പെയിൻറ്റിങ്സ് എന്നൊക്കെയാണ് അന്ന് നടന്നത് എന്താണെന്ന് നമ്മൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടുന്നത്. Besides, themes from mythology and poetry were depicted in centers such as Mewar, Jaipur, അങ്ങനെ പിന്നെ ഈ രാമായണ കഥകൾ, അതുപോലെ ജാതക കഥകൾ, അതുപോലെ മഹാഭാരതത്തിലെ യുദ്ധകഥകൾ, ഇതൊക്കെ നല്ല സീനായിട്ട് നമ്മളിപ്പോൾ അമ്പലങ്ങളിൽ പോയാൽ ഇപ്പോഴും അതൊക്കെ കാണാം. മേവാർ, ജോധ്പൂർ, ബുണ്ടി, കോട്ട ആൻഡ് കിഷാൻഗാർ. ഓക്കെ. Another region that attracted miniature paintings was the Himalayan Foothills around the modern days of Himachal Pradesh. By the late 17th century, this region had developed a bold and intense style of miniature painting called Basholi. അപ്പോൾ മിനിയേച്ചർ പെയിൻറ്റിങ് ഈ കോർട്ട് സീൻസിൽ ആദ്യം രാജാക്കന്മാരത് തുടങ്ങി, പിന്നെ ഈ രാജ്പുട്സിൻ്റെ ഇതിലേക്കൊക്കെ വന്നു, അങ്ങനെ അത് ഫേമസ് ആയി. പിന്നെ ഈ വന്നത് ഹിമാലയൻ ഫുട് ഹിൽസ്, അതിൻ്റെ ഭംഗി, ഹിമാലയം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഐസ് കൊണ്ട് മൂടപ്പെട്ടതിൻ്റെ ഭംഗി അവർണ്ണനീയമാണ്. അപ്പോൾ അതിനും മോഡേൺ ഡേ ഹിമാചൽ പ്രദേശിൽ വന്നിട്ട് ദ ലേറ്റ് 17th century ദിസ് റീജിയൻ ഹാഡ് ഡെവലപ്ഡ് എ ബോൾഡ് ആൻഡ് അതിനൊരു പ്രത്യേക 17th century ആയത് ബഷോളി. ദ മോസ്റ്റ് പോപ്പുലർ ടെക്സ്റ്റ് ടു ബി പെയിൻറ്റഡ് ഹിയർ വാസ് Banu Datta's Rasamanjari. Nadir Shah's invention and the conquest of Delhi resulted in the migration of Mughal artists to the hills to escape the uncertainties of the plains. അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ നാദിർ ഷാ ഇൻവൈഡ് ചെയ്തു ഡൽഹിനെ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇവരുടെ ഈ മുഗൾ കോർട്ടിലുള്ള പെയിൻറ്റേഴ്സ് അവരൊക്കെ പിടിച്ചടക്കാൻ ചെയ്യും എന്നുള്ള എന്താ അവസ്ഥ വരിക എന്നറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ മെല്ലെ കുന്നിലേക്ക് മാറി, എസ്കേപ്പ് ടു ദ ഹിൽസ്. Here they found ready patterns which led to the founding of Kangara School of Painting. അപ്പോൾ ഈ കോർട്ടിലും അസുഖമാണ്, ഈ കോർട്ടിലുള്ള സീൻസ് മാത്രം പെയിൻറ്റ് ചെയ്ത് അവരെ രസിപ്പിച്ചുകൊണ്ടിരുന്ന ഇവർ മെല്ലെ ഹിൽസിലേക്ക് വന്നപ്പോൾ ഇവരെ രണ്ടും കൈയും നീട്ടി സ്വീകരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾ കങ്കാരാസ് തന്നെ സ്പെഷ്യൽ സ്കൂൾ ഓഫ് പെയിൻറ്റിങ് വന്നു. ബൈ ദ മിഡ് 18th century the Kangara artists developed a style which brought a new spirit into miniature. അവരൊരു ന്യൂ സ്റ്റൈൽ കൊണ്ടുവന്നു. The source of inspiration was the Vaishnavite tradition, soft colors including cool blues and greens. മറ്റേത് നോക്കിയാൽ നമുക്കറിയാം നല്ല ഷാർപ്പായിട്ടുള്ള കളേഴ്സാണ്, ലൂമിനൻ കളേഴ്സാണ്. ഇവിടെ കൂൾ ഷെയ്ഡിൽ ബ്ലൂവിനെ വരെ കൊണ്ടുവന്നു. ആൻഡ് ലിറിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് തീംസ് ഡിസ്റ്റിങ്വിഷ് കങ്കാര പെയിൻറ്റിങ്സ്. അപ്പോൾ ആ കങ്കാര പെയിൻറ്റിങ്ങിൽ ആ കളർ ഷെയ്ഡിലുള്ള ഡിഫറൻസ് തന്നെ അവരൊരു പ്രത്യേക ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവന്നു. Remember that ordinary women and men painted as well as on pots, walls. അത് നമ്മൾക്ക് ഇപ്പോഴും അറിയാം. നമ്മൾ നോർത്തേൺ സൈഡിലേക്ക് പോകുന്നതിനനുസരിച്ച് വാളിൻ്റെ മുകളിലൊക്കെ എല്ലാ ജനങ്ങളും, അത് പെയിൻറ്റർ ആവുമൊന്നും വേണ്ട, എല്ലാവരും പെയിൻറ്റിങ്സ് ചെയ്യുന്നുണ്ട്. ഡ്രസ്സിൻ്റെ മുകളിൽ പെയിൻറ്റിങ്, ആ ഡ്രസ്സൊക്കെയാണല്ലോ നമുക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ട് വരുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ആ കൾച്ചർ ഇപ്പോഴും പ്രാക്ടീസ് കൊണ്ട് നമ്മൾ ഓരോരുത്തരും അടുത്ത തലമുറയ്ക്ക് പറഞ്ഞ് അതിപ്പോഴും പ്രിവലൻ്റാണ്, അല്ലേ? ജനങ്ങളുടെ ലോകത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഇത് ഏറ്റവും ഫേമസ് ആണ് ഇവരുടെ ഈ ആർട്ട്. എ ക്ലോസർ ലുക്ക് അറ്റ് ബംഗാൾ. ആസ് വി സോ ദ ഔട്ട്സെറ്റ് വി ഓഫൺ ടെൻഡ് ടു ഐഡൻറ്റിഫൈ റീജിയൻസ് ഇൻ ടേംസ്. ഇപ്പം ബംഗാൾ എന്ന് പറയുമ്പോൾ തന്നെ ബംഗാൾ ശരിക്കും തീരപ്രദേശമാണ്. അപ്പം ഫിഷ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈറ്റിംഗ് ഐറ്റമാണ്. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ബ്രാഹ്മണന്മാർ മത്സ്യം വർജിക്കുകയാണ്, അല്ലേ? പക്ഷേ ബംഗാളിൽ നമ്മൾ നോക്കിയാൽ അവിടെ
മീൻ ഭക്ഷിക്കുന്ന ബ്രാഹ്മണരെ നമുക്ക് കാണാം. അപ്പോൾ റീജിയൻ അല്ലെങ്കിൽ ഓരോ ഭാഷ കൊണ്ട് മാറ്റാം. അപ്പോൾ അതത് ഏരിയയിൽ കിട്ടുന്നതിനനുസരിച്ചാണ് ശരിക്കും അവിടെയുള്ള സംസ്കാരവും വളർന്നത്. ഓക്കെ, ചുറ്റുപാടിനനുസരിച്ച്. Spoke Bengali. However, that Bengali is now recognized as a language derived from Sanskrit. അപ്പോൾ നമ്മൾ ബംഗാൾ എന്ന് പറയുമ്പോൾ തന്നെ ബംഗാളികളാണ്, അവരൊക്കെ ബംഗാളാണ് സംസാരിക്കുക, ബംഗാളിയാണ് സംസാരിക്കുക. പക്ഷെ നമുക്കിപ്പോൾ നോക്കിയാൽ അറിയാം സാൻസ്ക്രിറ്റിൻ്റെ ഒരു വേറെ വിഭാഗമാണ് ശരിക്കും ബംഗാളി. Early Sanskriters suggest that people from Bengal did not speak Sanskrit language. ഓക്കെ, ഫോർത്ത്. അപ്പോൾ ഇങ്ങനെയാണ് സാൻസ്ക്രിറ്റ് എല്ലാവരും പണ്ട് തൊട്ടേ സംസ്കരിച്ചു. പിന്നെ എങ്ങനെയാണ് സാൻസ്ക്രിറ്റിൽ നിന്ന് ബംഗാളി വന്നു എന്ന് പറയാം, അതാണ് നമുക്കിനി അറിയേണ്ടത്. അപ്പോൾ 4th to 3rd centuries കമേഴ്ഷ്യൽ ടൈസ് ബിഗാൻ ടു ഡെവലപ്പ് ബിറ്റ്വീൻ ബംഗാൾ ആൻഡ് മഗധ. അപ്പോൾ ബീഹാറും ഇപ്പോഴത്തെ ബീഹാറും അതായത് മഗധയും ബംഗാളും തമ്മിൽ 4th and 3rd centuries അത്രയും പഴക്കത്തിൽ ട്രേഡ് ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിൽക്കൽ വാങ്ങൽ, വിച്ച് മേ ഹാവ് ലെഡ് ടു ദ ഗ്രോയിങ് ഇൻഫ്ലുവൻസ് ഓഫ് സാൻസ്ക്രിറ്റ്. അപ്പം ബംഗാളിൽ ശരിക്കും മഗധയിൽ ശരിക്കും സാൻസ്ക്രിറ്റിൻ്റെ അതിപ്രസരം ഉണ്ടായതുകൊണ്ട് അതുകൊണ്ടായിരിക്കണം ഇവിടെ ഇൻഫ്ലുവൻസ് ഓഫ് സാൻസ്ക്രിറ്റ് വന്നത്. പിന്നെ ഡ്യൂറിങ് ദ 4th century the Gupta rulers established political control over North Bengal and began to settle Brahmanas in this area. Thus the linguistic and cultural influence from the mid-Ganga valley became stronger. In the 7th century, the Chinese traveller Sun Zhang observed that languages related to Sanskrit were in use all over Bengal. From the അപ്പോൾ അങ്ങനെയാണ് ഈ ബംഗാളുമായിട്ടുള്ള കണക്ഷൻ, മഗധയായിട്ടുള്ള കണക്ഷൻ കൊണ്ടായിരിക്കണം ഈ ബംഗാളി അവിടുന്ന് ഒറിജിനേറ്റ് ചെയ്തത്. ഫ്രം ദ 8th century, Bengal became the center of regional kingdom under the Palas. Between the 14th and 16th century, Bengal was ruled by sultans who were independent of the rulers in Delhi. In 1586, when Akbar conquered Bengal, it formed the nucleus of Bengal Suba. While Persian was the language of administration, Bengali developed as regional language. Okay? അപ്പം പിന്നെ 8th century 3rd and 4th century ഇവരുമായിട്ട് കണക്ഷൻ ഉണ്ടായി. 8th century ആയപ്പോഴേക്കും പാലസ് റീജിയൽ കണ്ട പാലസ് ബിറ്റ്വീൻ ദ 14th 16th century ആയപ്പോഴേക്കും സുൽത്താൻസാണ് അവിടെ ഭരിച്ചിരുന്നത്. In 1586, when Akbar conquered Bengal, it formed the nucleus of the Bengal Suba, while Persian was the language of administration. അപ്പോൾ ഇത് ബംഗാളി ഡെവലപ്ഡ് ആസ് റീജിയണൽ ലാംഗ്വേജ്. അപ്പോൾ ഭരണഭാഷ പേർഷ്യനുമായി മുഗൾസ് ഭരിക്കുമ്പം റീജിയണലായിട്ട് സംസാരിച്ചതോ ബംഗാളിയായി. അപ്പോൾ ബംഗാളിന് സാൻസ്ക്രിറ്റുമായിട്ടുള്ള കണക്ഷൻ ഒരു പക്ഷേ മഗധം ആയിട്ട് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നതായിരിക്കണം. ഇൻഫാക്ട് ബൈ ദ 15th century, the Bengali group of dialects came to be united by a common literary language based on the spoken language of the western part of the region known as the West Bengal. Thus, although Bengali is derived from Sanskrit, it is passed through several stages of evolution, also a wide range of non-Sanskrit. അപ്പോൾ ഇതുകൊണ്ടാണ് ബംഗാളിയിൽ നമുക്ക് നോക്കിയാൽ പല ഭാഷകളിൽ നിന്നും വന്ന വാക്കുകൾ അതിലുണ്ട്, ഇൻക്ലൂഡിങ് ട്രൈബൽ ലാംഗ്വേജസ്, പേർഷ്യൻ, ഈജിപ്ത്. അപ്പം എങ്ങനെയാണെന്ന് ബംഗാളി സാൻസ്ക്രിറ്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. നമുക്ക് എന്ത് രസകരമായിട്ടാണ് ഭാഷ വന്നതെന്ന് നമ്മൾ പഠിക്കുന്നത് അല്ലേ. Early Bengali literature may be divided into two categories. One, indebted to Sanskrit, and other independent of it. അല്ലേ, ഒന്ന് സാൻസ്ക്രിറ്റുമായിട്ട്. ഇപ്പം ബംഗാളി ലിറ്ററേച്ചർ നോക്കിയാൽ ബംഗാളി എന്ന് പറയുമ്പോൾ തന്നെ പറയുമ്പോൾ ഒരു സാംസ്കാരികമായിട്ട് കുറച്ച് ഉന്നതിയിലാണ് എന്നുള്ളൊരു ബോധം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നു. അപ്പം നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ലിറ്ററേച്ചറിന് നോക്കിയാൽ ചിലത് സാൻസ്ക്രിറ്റുമായിട്ടുള്ള കണക്ഷൻ, ചിലത് ഇൻഡിപെൻഡൻ്റ് ഓഫ് സാൻസ്ക്രിറ്റ്, സാൻസ്ക്രിറ്റുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ട്രാൻസ്ലേഷൻ ഓഫ് അപ്പോൾ ആദ്യത്തെ നോക്കിയാൽ ശരിക്കും സാൻസ്കൃതത്തിലുള്ള കൃതികൾ ബംഗാളിയിലേക്ക് തർജ്ജിമ ചെയ്തതാണ്. ദ മംഗല കാവ്യാസ് ആൻഡ് ഭക്തി ലിറ്ററേച്ചർ സച്ച് ആസ് biographies of Chaitanya Deva, the leader of Vaishnava Bhakti. The second includes Nath literature such as the songs of Manyamati and Gopichandra, stories concerning the worship of Dharma Thakur, and fairy tales, folk tales and ballads. അതുകൊണ്ടാണ് ബംഗാളിയിൽ എഴുതിയപ്പെട്ടത്. മറ്റതൊക്കെ ദൈവികമായ
ചരിത്രങ്ങൾ അല്ലെ അവരുടെ കഥകൾ അവരുടെ പാട്ടുകളൊക്കെ ആണെങ്കിൽ സംസ്കൃതമായിട്ട് ബന്ധപ്പെടുത്തിയില്ല. മറ്റേത് ലോക്കൽ സ്റ്റോറീസ്, ഫോക്ക് ടെയിൽസ്, ബാലഡ്സ് ഒക്കെയാണ്. So, the texts belonging to the first category are easier to date, as several manuscripts have been found indicated they were composed between the late 15th and mid 18th century. To second category, കാരണം അത് അധികവും വടമൊഴിയാണല്ലോ, ഈ കഥകളൊക്കെ നമ്മൾ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദ്യത്തേത് പക്ഷേ എഴുതപ്പെട്ടതായതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഇത്ര കാലത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. The peers and temples. From the 16th century, people began to migrate in large numbers from the less fertile western Bengal to the forested and marshy areas of southeastern Bengal. As they moved eastward, they cleared forest and brought land under rice cultivation. So easy, I don't have to explain. അല്ലേ, ഒരു മൂവ് ചെയ്യാൻ തുടങ്ങി 16th century. ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, അധികം ഫെർട്ടിലിറ്റി കുറഞ്ഞ ഏരിയയിൽ നിന്ന് ഫെർട്ടൈൽ സാധാരണ നമ്മൾ ചെയ്യല്ലോ. എവിടെയാണോ നല്ല ഭൂമിയുള്ളത്, വെള്ളം കിട്ടുന്ന ഏരിയയിലല്ലേ ഇപ്പം നമ്മൾ വീടുണ്ടാക്കുള്ളൂ. കൃഷി നല്ലോണം ചെടി വളർന്ന സ്ഥലത്തൊക്കെ നമ്മൾ താല്പര്യപ്പെടുന്നുള്ളൂ. അപ്പോൾ അതുമാതിരി തന്നെ അവരും ചെയ്തു. അപ്പോൾ ഓരോ പ്രാവശ്യം അവർ നീങ്ങുന്നതിനനുസരിച്ച് ആ ഏരിയയിലൊക്കെ കാടൊക്കെ വെട്ടിത്തെളിച്ച് അവിടെയൊക്കെ കൃഷി ഇറക്കാൻ തുടങ്ങി. Okay, അപ്പോൾ റൈസ് കൾട്ടിവേഷൻ അങ്ങനെ വന്നു. ഗ്രാജുവലി ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഓഫ് ഫിഷർ ഫ്ലോക്ക് ആൻഡ് ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സ് ഓഫൻ ട്രൈബൽസ് മേർജ് വിത്ത് ദ ന്യൂ കമ്മ്യൂണിറ്റീസ് ഓഫ് പെസൻസ്. അപ്പോൾ ഈ ആദ്യം ഈ ഫിഷിങ്ങിൽ ഒക്കെ ഉള്ള ആളുകൾ പിന്നെ സാധാരണയുള്ള ജനങ്ങളുടെ പോലെ. ദിസ് കൺസൈഡഡ് വിത്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മുഗൾ കൺട്രോൾ ഓവർ ബംഗാൾ വിത്ത് എ ക്യാപിറ്റൽ ഇൻ ദ ഹാർട്ട് ഓഫ് ദി ഈസ്റ്റേൺ ഡെൽറ്റ ഓഫ് ധാക്ക. Officials and functionaries received land and often set up mosques that served as centers of religious transformation of these areas. അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, മുഗളന്മാർ ഇവിടെ വന്നപ്പം അവരുടെ ജനറൽസൊക്കെ എന്ത് ചെയ്തു, അവിടെ മോസ്ക്സ് ഉണ്ടാക്കി. അവിടെ ഇരുന്നിട്ട് ഈ മതം മാറ്റത്തിനുള്ള കഥകളും മറ്റതൊക്കെ അതിൽ ആകൃഷ്ടരായിട്ടാണല്ലോ പിന്നെ മതം മാറ്റം വരിക. Early settlers sought some order and assurance in the unstable conditions of new settlements. These were provided by community leaders who also functioned as teachers and adjudicators and were sometimes ascribed with the supernatural powers. People referred to them with the affection and respect of peers. This term included saints of Sufis and other religious personalities, daring colonizers, and defied soldiers, various Hindus and Buddhist deities, and even animistic spirits. The cult of peers became very popular, and their shrines can be found everywhere in Bengal. അപ്പം ഇവരുടെ ഇടയ്ക്ക് ഈ സമയത്താണ് ഈ പീർസ് വന്നത്. അപ്പോൾ അവരിൽ ആരൊക്കെ വിശ്വസിച്ചു? Religious personalities, daring colonizers, defied soldiers, various Hindu and Buddhist deities, and even animistic spirit. Okay, Bengal also witnessed a temple building spree from the late 15th century, which culminated in the 19th century. The temples and other religious structures were often built by individuals or groups who were becoming powerful. അല്ലേ, ആരാണോ നല്ല ശക്തൻ അവനാണ് അവിടെ ടെമ്പിൾ ഉണ്ടാക്കിയത്. ടു ബോത്ത് ഡെമോൺസ്ട്രേറ്റ് ദെയർ പവർ ആൻഡ് പ്രൊക്ലെയിം ദെയർ പൈറ്റി. Many of the modest brick and terracotta temples in Bengal were built with the support of several low social groups such as the Kolu and the Kanzari. The coming of European trading companies created new economic opportunities. Many families belonging to these social groups availed of these, and their social and economic position improved. They proclaimed their status through the construction of temples. With the local deities once worshipped in thatched huts in villages gained the recognition of Brahmanas, their images began to be housed in temples. The temples began to copy the double-roofed and four-roofed structure of the thatched huts. This led to the evolution of a typical Bengali style in temple architecture. അപ്പം അതുവരെ സാധാരണ ഈ കുടിൽ പോലെയുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് ദൈവത്തിനെ വെച്ച് ആരാധിച്ചിരുന്നതും ഒക്കെ. അപ്പോൾ ഈ ബ്രാഹ്മണാസ് ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, ഇവർ എങ്ങനെയാണോ ഈ ഇതിൻ്റെ താച്ച് റൂഫിൽ അത് വെച്ചിരുന്നത് അതേ സ്റ്റൈൽ തന്നെ കോപ്പി ചെയ്തിട്ട് വലിയ ടെമ്പിൾസ് അതേ രൂപത്തിൽ ഉണ്ടാക്കാൻ തുടങ്ങി. In the comparatively more complex four-roofed structures,
4 triangular roofs placed on 4 walls move up to converge on a curved line or a point. Temples were usually built on square platform. The interior was relatively plain, but the outer walls of many temples were decorated with paintings. നോക്കൂ, ഇപ്പോഴുള്ള ടെമ്പിൾസിന് നിങ്ങൾ ആ രൂപം തന്നെ നോക്കിയാലും ഉണ്ടാവും, സ്ക്വയർ ആയിരിക്കും അടിയിൽ, പക്ഷേ ആ വാൾസൊക്കെ കൂടെ പോയി മുകളിൽ പോയി ഒരൊറ്റ പോയിന്റിൽ. അപ്പോൾ ഇതിൽ നിന്ന് അത് നമുക്ക് മനസ്സിലാക്കണം. സാധാരണഗതിയിൽ നാട്ടിൽ പുറത്ത് നമ്മൾ സാധാരണ കുടികളിലല്ലേ നമ്മളൊക്കെ വസിക്കുന്നത്, സാധാരണ ജനങ്ങൾ വസിക്കുന്നത്, അതേപോലെയുള്ള ആ രൂപം, അതേ സ്ട്രക്ചറൽ ആർട്ട് അതേപോലെ കൊണ്ടുവന്നിട്ട്, പക്ഷെ പുറത്ത് വാളിൻ്റെ പുറത്ത് നമ്മൾ നോക്കുമ്പം എല്ലാ അമ്പലങ്ങളിലെയും നമ്മൾ കാണുന്ന അതാണ്. അതിൻ്റെ ചെറിയ കാർവിങ്സൊക്കെ ഉണ്ടാവും, നല്ല പെയിൻറ്റിങ്സ് ഉണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് ഇത് ഫോളോ ചെയ്യുന്നത്. In some temples, particularly in Vishnupur, in the Bankura district of West Bengal, such decorations reached a high degree of excellence. ഇപ്പോഴും പല പഴയകാല ക്ഷേത്രങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്താൽ അത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽസ്, എക്സ്പ്രഷൻസ്, മുഖത്തുള്ള എക്സ്പ്രഷൻസ് പോലെ അവർ അതേപോലെ ഒപ്പിയെടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ട്രഡീഷണൽ ഫുഡ് ഹാബിറ്റ്സ് അല്ലേ. ബംഗാളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഫിഷ് തന്നെയാണ്. അപ്പോൾ അവിടെയുള്ള ബ്രാഹ്മണാസ് ഫിഷ് തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൽ അവർ ചെറിയൊരു അയവ് വരുത്തി. ബംഗാൾ ബ്രാഹ്മണന്മാർക്ക് ചില തരത്തിലുള്ള മീൻ ഭക്ഷിക്കാം. ദീസ് 2 ഐറ്റംസ്, ഫിഷും റൈസും. പിന്നെ ഫിഷിംഗ് ഹാസ് ഓൾവേസ് ബീൻ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവിടെയുള്ള നമ്മൾ ബുദ്ധവിഹാരങ്ങളിലുള്ള ഈ ടെറാക്കോട്ട ശില്പങ്ങൾ കണ്ടാലും നമുക്ക് മനസ്സിലാവും. അതിലൊരു പിക്ചർ അതാ കൊടുത്തിരുന്നത്. ആ ലേഡി ശരിക്കും പുറത്ത് കൊണ്ടുപോയി വിൽക്കാൻ മീനിനെ കഴുകി കഴുകുന്നത് അല്ല വൃത്തിയാക്കുന്നതാണ് ആ കാണിക്കുന്നത്. ബ്രാഹ്മണാസ് ഓക്കെ. ദ ബൃഹദ്ധർമ്മ പുരാണ 13th century stanzic texts from Bengal permitted the local brahmanas. അപ്പം ഒരു ഏരിയയിൽ കിട്ടുന്ന സാധനങ്ങളും അവിടെയുള്ള കൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് ലെസൺ. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ. സ്റ്റഡി ഇറ്റ് വെൽ. താങ്ക് യു ചിൽഡ്രൻ.